യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നോമ്പ് കാലം 22-ാം ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ പിന്നാലെയുള്ള യാത്ര, ഈ നോമ്പ് കാലം നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്കും വിശുദ്ധിയിലൂടെ ദൈവത്തെങ്കിലേക്കും നയിക്കുന്ന പുണ്യ ദിനങ്ങളാണല്ലോ. വിശുദ്ധി കൂടാതെ ആർക്കും തന്നെ ദൈവത്തെ ദർശിക്കുവാനോ സഹോദരങ്ങളെ സ്നേഹിക്കുവാനോ സാധിക്കില്ല. യേശുവിൻ്റെ പീഡാസഹനങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നാം ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളെക്കുറിച്ചും ഓർക്കുവാൻ, അവയെക്കുറിച്ച് മനസ്തപിക്കുവാൻ, പാപബോധത്തോടുകൂടെ ദൈവസന്നിധിയിൽ അണയുവാൻ നമുക്ക് ഈ നോമ്പ് കാലത്ത് സാധിക്കട്ടെ. യേശുവിൻ്റെ കുരിശിൻ്റെ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 2 വ്യക്തിത്വങ്ങളുണ്ട്. പത്രോസ് ലീഗയും യൂദാസ് കറിയോത്തയും. അവർ ചെയ്ത തെറ്റ്, നിസ്സാരം 30 വെള്ളിക്കാശിനു വേണ്ടി സ്വന്തം ഗുരുവിനെ, ഇവന് തുല്യം സ്നേഹിച്ച യേശുനാഥനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. നിസ്സാരരായ വ്യക്തികളുടെ മുൻപിൽ സ്വന്തം ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞ പത്രോസ്. ഇവർ രണ്ടുപേരും ചെയ്ത തെറ്റുകൾ ഒരു വിധത്തിൽ ഒരുപോലെയാണ്. പക്ഷേ രണ്ടുപേരുടെ തിരിച്ചുവരവ് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും. ഒരുവൻ അവൻ ചെയ്ത തെറ്റിനെ ഓർത്ത് പാപബോധത്തോടുകൂടെ ദൈവത്തിങ്കിലേക്ക് തിരികെ വന്നപ്പോൾ, മറ്റൊരുവൻ അവൻ ചെയ്ത തെറ്റിനെ ഓർത്ത് കുറ്റബോധത്തോടുകൂടെ അവൻ നേരെ ചെന്ന് തൂങ്ങിച്ചാകുകയാണ് ചെയ്തത്. പ്രിയമുള്ളവരെ, നമ്മിലുണ്ടാകുന്ന പാപബോധവും നമ്മിലുണ്ടാകുന്ന കുറ്റബോധവും രണ്ടാ. കുറ്റബോധം നമ്മെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നീ ഇത് ചെയ്തെന്തത് എന്തിനാ, നീ ഇത് ചെയ്തത് എന്തിനാന്ന്. കുറ്റബോധം നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് നമ്മെ നയിക്കും. എന്നാൽ പാപബോധം നമ്മെ ദൈവത്തെങ്കിലേക്ക് വരുവാനായിട്ടുള്ള ഒരു തിരിച്ചറിവായി, ഒരു തിരിച്ചുവരവായി മാറുന്നു. അതിനാൽ ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. പാപബോധത്തോടു കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അണയാം. ദൈവം നിങ്ങളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.